Arrivals Men Apparels near Town Square, Vandoor, Kaligav, Perambara. ഇല്യാസ് കേവലം ഒരു പഞ്ചായത്ത് ഡ്രൈവർ മാത്രമല്ല, പരിസ്ഥിതി സംരക്ഷണത്തിനായി മികച്ച ഒരു പൂന്തോട്ട നിർമ്മാതാവ് കൂടിയാണ്. തന്റെ ജോലിസ്ഥലമായ ചോക്കാട് പഞ്ചായത്തിനോട് ചേർന്ന് മികച്ച ഒരു പൂന്തോട്ടം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഇദ്ദേഹം. കനത്ത ചൂടിലും ജലസേചനം നടത്തി പരിപാലിച്ചുണ്ടാക്കിയ പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ ആരെയും ആകർഷിക്കുന്ന നയനമനോഹര കാഴ്ചയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഷിഹാബ് മാളിയേക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചോക്കാട് പഞ്ചായത്തിന്റെ ഗേറ്റിനു സമീപം വിവിധ ഇനം മല്ലികപ്പൂവുകൾ, റോസാപ്പൂവുകൾ, കുറ്റിച്ചെടികൾ, ചിത്രശലഭങ്ങൾക്കായി പ്രത്യേകമായുള്ള ചെടികളെല്ലാം ഏവരുടെയും കാഴ്ച പതിയുന്നത് തന്നെയാണ്. ഡ്യൂട്ടി സമയത്തിന് മുൻപ് അതിരാവിലെ തന്നെ ഇല്യാസ് ചെടികൾ പരിപാലിക്കും. സ്വന്തമായി വീടോ പറമ്പോ ഇല്ലാത്ത ഇല്യാസ് പഞ്ചായത്ത് ഓഫീസും പരിസരവും ഒരു പൂന്തോട്ടം തന്നെയാക്കി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ സ്ഥലത്ത് പച്ചക്കറി കൃഷിയും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ചെടികളും വളർത്തിയിരുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചെടികൾ നട്ടുപിടിപ്പിച്ച് പരിപാലിപ്പിച്ചപ്പോൾ വിവിധ വർണ്ണങ്ങളുള്ള കാഴ്ചകൾ പഞ്ചായത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. ഈ മാതൃകയായ പ്രവൃത്തിക്ക് എല്ലാ ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട്. നമ്മൾ വർക്ക് സമയം നോക്കിയിട്ടല്ല, നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം പെരതാക്കണ 100 മീറ്റർ ഈ കാണുന്ന അകലെ ക്വാർട്ടേഴ്സിലാണ് താമസം. പിന്നെ പണി എന്ന് പറയുമ്പോൾ ഞാൻ ഏത് സമയത്ത് ഇവിടെ തന്നെയാണ്. ചെടികൾ ഉണ്ടാക്കാണ്ടാണെങ്കിലും ഇനി അല്ലാന്നുണ്ടെച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ വാഹനം ഒഴിവ് ദിവസമാണെന്നുണ്ടെച്ചാലും വണ്ടി കഴുകിയിട്ടും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. അല്ല, മഴ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ കിണറുണ്ട്, കുഴൽ കിണറുണ്ട്. അപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും വെള്ളം ഉണ്ട് എന്നുള്ളത് 100% ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ ചെടികളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇലക്ഷൻ ഡ്യൂട്ടി പിന്നെ SSTൻ്റെ ഭാഗമായിട്ട് നിലമ്പൂർ ഭാഗത്തായിരുന്നു ഒരു മാസം. ആ ഒരു മാസക്കാലം എൻ്റെ ഡ്യൂട്ടി ടൈമൊന്നും നോക്കിയിട്ടല്ല, ഞാനിവിടെ വരും. പിന്നെ വന്നിട്ട് കറക്റ്റ് ഞാൻ വെള്ളം അതിന് ഒഴിച്ചു കൊടുക്കും. ഇനി കറണ്ടില്ലാതെ ടാങ്കിൽ വെള്ളമില്ലാത്ത സമയത്താണെന്നുണ്ടെച്ചെങ്കിൽ ബക്കറ്റിൽ കോരി കൊടുത്തിട്ടാണെന്നുണ്ടെച്ചെങ്കിലും പിന്നെ ഇത് ചെയ്യും. നമ്മുടെ ഒരു ഇതിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ല. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ മെമ്പർമാരും സെക്രട്ടറി അടക്കം പ്രസിഡൻ്റ് അടക്കം എല്ലാ ആളുകളൊക്കെ ഇതിന് പിന്നെ സഹകരിക്കുന്നുണ്ട്. നല്ല വാക്കുകൾ പറയുന്നുണ്ട്. ഒരുപാട് 5 മണിക്ക് ശേഷം എത്ര ചൂടാണെന്നുണ്ടെച്ചാൽ ഇവിടെ കുറേ കുട്ടികളെയും കൊണ്ടിട്ട് ഉമ്മമാർ വരും, ഒരുപാട് ആളുകൾ വരും, ഇവിടെ ഫോട്ടോ എടുക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമ. അത് തന്നെയാണ് ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത്, ഒരു പ്രചോദനം. പച്ചക്കറി ഉണ്ടാക്കിയിരുന്നു. പച്ചക്കറി അത് പിന്നെ ഈ ഭാഗത്തായിരുന്നു പച്ചക്കറി ഉണ്ടാക്കിയിരുന്നത്. ഈ ഭാഗത്തൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഇത് തന്നെ മണ്ണ് ഇട്ടിട്ടാണ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തത്. പിന്നെ പഞ്ചായത്തിൻ്റെ പരിസരം എന്ന് പറയുന്നത് പല പിന്നെ ഇവിടെയൊക്കെ കുപ്പികളും കാര്യങ്ങളൊക്കെ എറിഞ്ഞിരുന്നു. കുപ്പി അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകളിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിസരം പിന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം മതി എന്നുള്ള അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ മനസ്സിൽ. അപ്പോൾ അതിനൊക്കെ എല്ലാ ആളുകളും, സ്റ്റാഫ് അടക്കം സെക്രട്ടറി അടക്കം എല്ലാ ആളുകളും അതിന് നല്ല ഇതുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ ഒക്കെ എല്ലാ സപ്പോർട്ടുണ്ട്. നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ. നാട്ടുകാർ ഇതിൽ പോകുന്ന ആളുകൾ നല്ല വാക്കുകൾ പറയുമ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന ഇത്. പിന്നെ ഒരിക്കലും പിന്നെ ഒരു ജോലി ടൈം നോക്കിയാണ്ട് ഞാൻ ജോലി ചെയ്യില്ല. അതിപ്പോൾ മാത്രമല്ല, ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് ഞാനിതിൽ പിന്നെ 2018 ഏപ്രിൽ മാസത്തിൽ തൊട്ടിട്ടാണ് ഞാൻ ഡ്യൂട്ടി കയറി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ സമയം നോക്കിയിട്ട് അല്ല. അത് ജനങ്ങളായിരുന്നു എനിക്ക് അതിൻ്റെ ഒരു പ്രോത്സാഹനം മാത്രമല്ല, പിന്നെ നല്ല വാക്കുകളും കിട്ടണതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പോണത്. ഇനി ഒരുപാട് ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 മഴ കിട്ടട്ടെ എന്നിട്ട് സെക്രട്ടറിനോടും പ്രസിഡന്റും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരും സുഹൃത്തുക്കളിൽ പലരും ഇല്യാസിന്റെ പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ചിലർ കളിയാക്കിയിരുന്നു. എന്നാൽ വിമർശനങ്ങളെ ഒന്നും ഗൌരവത്തിലെടുക്കാതെ തന്റെ ഇഷ്ടപ്പെട്ട ഹോബിയിൽ ഇല്യാസ് മുഴുകി. അന്ന് കളിയാക്കിയവർ ഇപ്പോൾ തെറ്റുതിരുത്തി. പഞ്ചായത്തിന്റെ മുറ്റം കോൺക്രീറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവിടെയെല്ലാം പൂക്കൾ പൂവിട്ട് നിൽക്കുന്നത് കാണാമായിരുന്നു. ചോക്കാടങ്ങാടിയിൽ നിന്ന് കിഴക്കൻ മലബാരവും വിത്തുൽപാദന കേന്ദ്രവും പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളും യാത്രക്കാരുടെ മനം കുളിർക്കുന്ന കാഴ്ചയാണെങ്കിൽ,
മലയുടെ ഓരം പറ്റി നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസും ഇപ്പോൾ പ്രകൃതി മനോഹരമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. Real fruit power, real juices from Dabur.